ചിന്നുവിന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ദക്ഷയുടെ അച്ഛൻ ആ ദയശങ്കറല്ലേ, ആ ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് ഞാൻ സംസാരിക്കാൻ പോവുക. ചിന്നുവിന് വേണ്ടിയല്ല, ചിന്നു കാരണം അയാളുടെ മന്ത്രിസ്ഥാനം തെറിക്കാതിരിക്കാൻ. എനിക്ക് മനസ്സിലായില്ല. ചിന്നുവിനെ അറസ്റ്റ് ചെയ്തത് ലോ കോളേജിനകത്ത് കയറിയ, അതും കുറ്റം ചെയ്തുവെന്ന് യാതൊരു തെളിവുമില്ലാതെ. നിയമം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അനുവാദം കൂടാതെ കോളേജ് ക്യാമ്പസിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്താൽ അത് വലിയ പ്രക്ഷോഭമാകും. കുട്ടികളെ അവിടെ സമരത്തിനുള്ള സന്നാഹങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യവും കുറ്റവാളിയെന്ന് കണ്ടെത്താൻ കിട്ടിയ തെളിവുകളും നിയമ വിദ്യാർത്ഥികൾ ചോദിക്കും. അത് കേട്ട് നടുങ്ങാൻ പോകുന്നത് അറസ്റ്റ് ചെയ്ത പോലീസുകാർ മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയുടെ കസേര കൂടിയാ. അശരണയായ ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കുന്ന ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പ്രമുഖ ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകൾ പരന്നാൽ പിന്നെ നിയമസഭയിൽ ഉയരുന്നത് കൊടുങ്കാറ്റായിരിക്കും. അതിന്റെ ഉത്തരം പറയാൻ ആഭ്യന്തരമന്ത്രി മുട്ടുകാലിൽ എഴേണ്ടി വരും. ഫലത്തിൽ മഹിയുടെ കല്യാണ സമയത്ത് ദക്ഷയുടെ അച്ഛൻ കേരളത്തിലെ 140 MLA-മാരിൽ ഒരാൾ മാത്രമായിരിക്കും. അത് വേണോ? ഈ ഭീഷണി കേട്ടാൽ അദ്ദേഹം ചിരിക്കും. ആദ്യം ചിരിക്കും, പിന്നീട് ചിന്തിക്കും. ദക്ഷയുടെ അച്ഛൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ജയരാമൻ പറഞ്ഞാൽ മതിയാവില്ല, രമാദേവി തന്നെ പറയേണ്ടി വരും. മാഹിയുടെ കല്യാണത്തിന് അവന്റെ ഭാര്യയുടെ അച്ഛൻ ഹോം മിനിസ്റ്റർ തന്നെ ആയിരിക്കണം, അല്ലാതെ MLA മാത്രമാവാൻ പാടില്ല. അദ്ദേഹത്തെ അതിന് ഞാൻ തന്നെ വിളിക്കാം. ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് സാർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി ചെയ്യണം. ആ പെണ്ണിനെ വെറുതെ വിടുന്ന കാര്യമാണെങ്കിൽ അത് നടക്കില്ല. എങ്കിൽ സാറിന് വലിയ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരുത്തനെ സാറിന്റെ കരണക്കുറ്റി അടിച്ചു പൊളിക്കാൻ സാറിന്റെ ക്യാബിനിൽ കയറി നിൽപ്പുണ്ടെന്ന് ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു പറ. പിന്നെ പറയുമ്പോ ജയരാമന്റെയും രമാദേവിയുടെയും മകൻ മഹി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് കൂടി പറഞ്ഞേക്കണം. എന്നോട് തർക്കിച്ച് അലമുണ്ടാക്കുന്നതിന് മുമ്പ് ഒന്നും മന്ത്രിയെയോ അദ്ദേഹത്തിന്റെ PAയെ വിളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അന്വേഷിക്കുന്നതേ സാറിന് ഗുണം ചെയ്യും. ഇല്ലെങ്കിലേ പിന്നെ കല്യാണിയുടെ കാര്യത്തില് സാറ് കാണിക്കുന്ന അതേ മനോഭാവം തന്നെയായിരിക്കും എന്റേതും. ക്ഷമയും വിട്ടുവീഴ്ചയൊന്നും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. സാറിനാ എടുത്തോ. ഹലോ സർ. സർ ഓക്കെ സർ, ശരി സർ, ചെയ്തേക്കാം സാർ. സാർ